ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ്. തുടക്കക്കാർക്ക് പോലും എങ്ങനെ ഒരു ഹെന്ന ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അതുമാത്രമല്ല പലർക്കും ഉള്ള പ്രശ്നമാണ് വല്ലാണ്ട് ഡ്രൈ ആവുന്ന മുടി പൊട്ടിപ്പോകുന്നു ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത്. അതുമാത്രമല്ല ഹെന്ന ചെയ്യുമ്പോൾ മുടിയിൽ കളർ നിൽക്കുന്നില്ല. കുറേ കാലം കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചവർക്ക് മുടിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹെന്ന ചെയ്താലും മുടിയിൽ കളർ പിടിക്കുന്നില്ല, കറുപ്പ് കളർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്തു. തീർച്ചയായും നിങ്ങൾക്ക് എന്തായാലും മുടിയിൽ കറുപ്പ് കളർ പിടിക്കുന്നതാണ്. അത് മാത്രമല്ല എനിക്ക് കൂടുതൽ കാലം ഏകദേശം ഒരു മാസം വരെ നിൽക്കുന്ന ഒരു ഹെന്ന പാക്കാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു സാധനം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നന്നായി അരച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഞാൻ ഈ ബീട്രൂട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബീട്രൂട്ട് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചായപ്പൊടിയാണ്. ഞാൻ 2 സ്പൂൺ ചായപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മുടി ഡ്രൈ ആവുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഡ്രൈ ആവും, ചിലവർക്ക് ഹെന്ന ചെയ്ത് അങ്ങനെയുള്ള ഒരു കോഫി പൗഡർ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ ഇതിൽ കോഫി പൗഡർ ചേർക്കുന്നില്ല, ഇത് മാത്രം ചേർത്തിട്ടാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവോളയുടെ തൊലിയാണ്. അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സവോള തൊലി നന്നായി കഴുകിയതിന് ശേഷം ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നന്നായി തന്നെ നമ്മൾ ഈ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു കളറ് വരുന്നതാണ്. അപ്പോൾ സവാളത്തൊലിയും ബീട്രൂട്ടും ചായപ്പൊടിയും കൂടി നന്നായി മൂടി വെച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി ഞാനൊരു 10-20 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ അരക്കാനില്ല മൈലാഞ്ചി ഇലയാണ്. ഞാൻ ഹെന്ന പൗഡറല്ല ഇവിടെ എടുക്കുന്നുള്ളത്, മൈലാഞ്ചി ഇലയാണ്. നിങ്ങൾ ഹെന്ന പൗഡർ എടുക്കുന്നതാണെങ്കിലും മൈലാഞ്ചി ഇല വീട്ടിൽ തന്നെ തണലിൽ വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഏറ്റവും നല്ല കളർ നമുക്ക് കിട്ടുന്നത് കേട്ടോ മുടിയിൽ. അപ്പം ഞാനിതാ ഒരു 2 പിടി മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെയിട്ട് അരച്ചെടുക്കണം. അത്ര സ്മൂത്തായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് അരക്കുമ്പോൾ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് അരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്തത് നമ്മളൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. ഇതുപോലെയാണ് അരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്ര സ്മൂത്തായിട്ടൊന്നും ഞാൻ അരച്ചിട്ടില്ല. ഇവിടെ അരിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇത് സ്പൂൺ കൊണ്ട് മെല്ലെ ഇതുപോലെ ഇളക്കി നമുക്കിത് അരിച്ചെടുക്കാം. കൈ കൊണ്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കൈ കൊണ്ട് ചെയ്താൽ വല്ലാണ്ട് കയ്യിൽ കളറ് പിടിക്കുന്നുണ്ട്. എനിക്ക് അബദ്ധം പറ്റി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിത് ഇത്രയും മെല്ലെ ആവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് അമർത്തി ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത് നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ ഇതുപോലെ അരച്ച് വെച്ചാൽ മതി. കുറേ സമയം വെക്കുമ്പോൾ നമുക്കെല്ലാം തന്നെ അരിഞ്ഞ് കിട്ടും, പതിയെ തന്നെ അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കൈ കണ്ടോ നിങ്ങൾ. ഇനിയിപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടുപ്പിലേക്ക് വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുകിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് കുറുകിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കറുത്ത് കിട്ടിയത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നേരത്തെ അരച്ച ബീട്രൂട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നു, അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു കളറ് വരും കേട്ടോ. ഇത് ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മൾ ഈ ഹെന്നയ്ക്ക് നല്ല കളർ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വെക്കാം. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും ഞാൻ വൈകിട്ടാണ് ഉണ്ടാക്കാറ്. ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ കൊണ്ട് മൂടിയതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാം. പിറ്റേ ദിവസം രാവിലെ നമുക്ക് എണ്ണയില്ലാത്ത മുടിയിൽ വേണം ചെയ്യുക. അതെപ്പോഴും പറയുന്ന പോലെ ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം ചെയ്യണം. പിന്നെ നിങ്ങളുടെ മുടി വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് 1 സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുടി അത്രയൊന്നും ഡ്രൈ ആവില്ല കേട്ടോ. ഇപ്പോൾ ഇത് രാവിലെയാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളത്. എത്ര നരച്ച മുടി ഉണ്ടെങ്കിലും ഇത് നന്നായി തന്നെ മുടി കറക്കുന്നതാണ്. അതുമാത്രമല്ല കുറേ അധികം ദിവസം നിൽക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഹെന്ന ചെയ്യുന്നതിലും കൂടുതൽ സമയം നമുക്ക് ഈ മൈലാഞ്ചി ഇല അരച്ച് ചെയ്യുമ്പോൾ നിൽക്കുന്നുണ്ട്. ഹെന്ന പൗഡർ ഉപയോഗിക്കുമ്പോൾ ഇത്രയൊന്നും റിസൾട്ട് കിട്ടുന്നില്ല. നമ്മൾ ഇടുന്ന സമയത്ത് നമുക്കൊരു കറുപ്പ് കിട്ടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളെ മുടിയുന്നത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഹെന്ന പൗഡറിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതല്ലാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ. പിന്നെ കുറച്ചും കൂടി എനിക്ക് നല്ല പൗഡറായി തോന്നിയിട്ടുള്ളത് അട്ടർ ആയുർവേദ പിന്നെ രാജസ്ഥാനി, ഇത് രണ്ടും മാത്രമാണ്. ബാക്കി ഞാൻ കുറേ ഉപയോഗിച്ചതൊന്നും എനിക്കത്ര നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല.
അപ്പോൾ ഇത് ഇത്രയാണ് എൻ്റെ മുടി നരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ റൂട്ടിലാണ് അധികം നരച്ചിട്ട് കാണുന്നുള്ളത്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ പാക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഇതേപോലെ മൈലാഞ്ചിയിൽ അരച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്ര അധികം നര നമുക്ക് വരില്ല കേട്ടോ. ഏകദേശം ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ച് പാക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഈ റൂട്ടിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, ഫുള്ളൊന്നും ചെയ്യണമെന്നില്ല. പിന്നെ വല്ലപ്പോഴും ചെയ്യുമ്പോൾ മുടിയിൽ മൊത്തമായി ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഈ നര കാണുന്ന സ്ഥലത്ത് 2 ആഴ്ച കൂടുമ്പോൾ കുറച്ചിടുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും മുടിയിൽ നര കാണില്ല കേട്ടോ. ഞാനിപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആവാറായി. പിന്നെ ഈ ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മുടിയിൽ കുറഞ്ഞത് 2 മണിക്കൂർ വെക്കണം. പക്ഷേ ഞാനിത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂറൊന്നുമല്ല, ചിലപ്പോൾ 3 മണിക്കൂറും ഒക്കെ വെക്കും. അത് കഴിഞ്ഞ് കുളിക്കാൻ എത്ര സമയമുണ്ടോ അത്രയും വെക്കും. അപ്പോഴത്തേക്കും നമ്മുടെ മുടിയിൽ നന്നായി തന്നെ ഹെന്ന പിടിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കുളിച്ചിട്ടുള്ള റിസൾട്ടാണ്, നന്നായി തന്നെ കറുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനി നമുക്ക് ഒന്നുകൂടി ചെയ്യാനുണ്ട്. ഇത് ബീട്രൂട്ട് ഇട്ട് കഴിയുമ്പോഴാണ് കേട്ടോ ഇത്രയും നമുക്ക് കറുപ്പ് കിട്ടുന്നത്. അപ്പോൾ ഈ ബീട്രൂട്ട് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. ഇത് ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ട് കൂടി ഞാൻ കാണിച്ചു തരാം. പിറ്റേ ദിവസം കാണുമ്പോഴേ നമുക്ക് ശരിക്കും അത് മനസ്സിലാവുമല്ലോ, കുറച്ചൊരു ഓറഞ്ച് കളർ ഉണ്ടാവും. ഇപ്പോൾ ഇതാ കണ്ടോ, പിറ്റേ ദിവസം മുടി ഉണങ്ങിയതിന് ശേഷമാണ് ചെറുതായിട്ട് ഇതാ കണ്ടോ ഓറഞ്ച് കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളിനി വേണ്ടത് നീലാമരിയാണ്. ഇപ്പോൾ ഇതാ നീലാമരി ഇല ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരച്ചിട്ടാണ് നമ്മൾ അടുത്ത പാക്ക് ഇടുന്നത്. അപ്പോൾ ഈ നീലാമരി ഇല അരക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറ്റാർ വാഴ ഇതാ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ രാവിലെയാണ് ഹെന്ന പാക്ക് ഇട്ടതെങ്കിൽ വൈകിട്ട് വേണമെങ്കിലും ഇടാം. പക്ഷേ ഞാനിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇടുന്നുള്ളത്. കറ്റാർ വാഴ നമുക്കിതിന് ആവശ്യമൊന്നുമില്ല, പക്ഷേ ഞാൻ നീലാമരി ഇല അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കറ്റാർ വാഴ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഇത് അത്ര സ്മൂത്തായി നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല. ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല കറുപ്പ് കിട്ടുന്നുണ്ട് മുടിക്ക്, പക്ഷേ ഇത്രയും അധികം നാൾ നമുക്ക് ആ കറുപ്പ് മുടിയിൽ നിൽക്കുന്നില്ല കേട്ടോ. അത് നീലാമരി ഇല അരച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് സമയം ഇവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് പെട്ടെന്നൊന്ന് കളറ് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ നീലാമരിക്ക് പെട്ടെന്ന് തന്നെ കളറ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് സമയം നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ളത്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ കളറും മാറുന്നുള്ളത്. ഇപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നന്നായി തന്നെ കറുത്തിട്ടുണ്ട്. ഇത് മുടിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ചുരുങ്ങിയത് 1 മണിക്കൂർ സമയം മുടിയിൽ വെച്ചാൽ മതി. ഞാൻ മുടിയിൽ ഇട്ടതിന് ശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ കുളിച്ചതാണ്. ഈ സമയത്ത് നമ്മൾ ഒരിക്കലും ഷാമ്പു വാഷ് ചെയ്യരുത്. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് നന്നായി മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പു വാഷ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി പിറ്റേ ദിവസത്തേക്കാണ് നമുക്കിത് നന്നായി തന്നെ നമ്മളെ മുടി കറുപ്പ്. ഇപ്പോൾ ഇതാ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മുടി നന്നായി തന്നെ കറുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ മുടി ഡെയിലി കഴുകാതെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം കഴുകാൻ ശ്രമിച്ചാൽ കുറേ കാലം കളർ നിൽക്കുന്നതാണ്.